പെർഫോം ചെയ്യാൻ റെഡി ആണോ? കോഴിക്കോട് നിന്നല്ലേ വരുന്നത്? ഓക്കെ, നമ്മുടെ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നേരത്തെ പാട്ടൊക്കെ പാടി ഭയങ്കര കിടിലായിട്ട് അവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സൈഡിൽ നിന്ന് ഒരാളുണ്ട് കോഴിക്കോട് ഞാൻ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പൊളിക്കണം. ഞാനിപ്പം ഡിഗ്രിയാണ് പഠിക്കുന്നത്. ഞാനിപ്പോ SM കോളേജിലാണ് പഠിക്കുന്നത്, ചേളന്നൂർ. കാലിക്കറ്റ് ആണ്. എങ്ങനെയാണ് അപ്പൊ തുടങ്ങാൻ പോകുന്നത്? അങ്ങ് ബീറ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണോ? നമ്മൾ ബീറ്റ് ബോക്സിംഗിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ബീറ്റ് ബോക്സിംഗിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ജാസ് ഡ്രംസിന്റെ ബീറ്റുകളാണ്. അതായത് നമ്മുടെ ഡ്രംസിന്റെ ബീറ്റിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബീറ്റിൽ, അതായത് നമ്മുടെ ഡ്രംസിന്റെ ബീറ്റിൽ നമ്മൾ തേങ്ങ ചെറുക്കുന്ന ശബ്ദം ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്യൂഷൻ. അതാണ് നമ്മള് അളിയ കമോണ്ടറാ, നിനക്ക് പറ്റും. ഇനി അർത്ഥം കൂടെ പറഞ്ഞു കൊടുക്കും. ഇനി നമുക്ക് പരിചയമുള്ള 2-3 ശബ്ദങ്ങളിൽ നിന്ന് DJ പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഫ്ലാസ്കിലേക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുന്നത്, ശരി. അല്ലെങ്കിൽ കുപ്പിയിൽ നിന്ന് വെള്ളം നമ്മൾ പുറത്തേക്കൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് ആ ഒരു ശബ്ദമുണ്ട്. അപ്പൊ ആ ശബ്ദത്തിൽ നിന്ന് നമ്മളൊരു DJ പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ, ചേട്ടന് ഈ ശബ്ദം ഓർമ്മയുണ്ടോ? ഉണ്ട്. ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നില്ല, എന്തും ചെയ്യുന്ന കാര്യമുണ്ട്, അങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ സൂട്ട് കേസിന്റെ അല്ലെങ്കിൽ ജാക്കറ്റിന്റെ ഒക്കെ ഈ സിബ് തുറക്കുന്ന ഒരു ശബ്ദം. അപ്പൊ ഈ സിബ് തുറക്കുന്ന ശബ്ദത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു DJ പോകാൻ വേണ്ടി പോവാണ്. ഫ്യൂഷൻ, സിബും DJയും കൂടെ. Let's check this DJ mix. പെട്ടി മാറ്റി വെച്ച് നമ്മള് അടുത്തതായിട്ട് വേണം. അപ്പൊ നമുക്കറിയാം ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 2 സിനിമകൾ, ഒന്ന് ലൂസിഫർ ആണ്, രണ്ടാമത്തെ പുലിമുരുകനാണ്. അപ്പൊ ഈ പുലിമുരുകൻ സിനിമയിൽ ലാലേട്ടന്റെ ഇൻട്രോയിലുള്ള ആ BGM ആണ് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദൈവമേ, കൊള്ളാം. ഇനിയുണ്ടോ? അടുത്തതായിട്ട് നമ്മളൊരു DJ പബ്ബിന് അകത്ത് നിന്ന് ഒരു DJ മിക്സ് കേൾക്കുന്ന സമയത്തും ഇതേ ബീറ്റ് ആ DJ പബ്ബിന് പുറത്ത് നിന്ന് കേൾക്കുന്ന സമയത്തും ആ സൗണ്ടിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻ ഉണ്ട്, ശബ്ദ വ്യത്യാസം ഉണ്ട്. അപ്പൊ ആ ശബ്ദ വ്യത്യാസമാണ് അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ബീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എലിനേജിന്റെ ഒരു ഹെൽപ്പ്. ഞാൻ വരാം, പബ്ബിൽ വരാം. നമുക്ക് എവിടെ പോണ്ടേ? ഓക്കെ, ഇത് നമ്മൾ പബ്ബിന് അകത്താണെന്ന് വിചാരിക്കാം. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് ഒരു പബ്ബിൽ പോകുന്നു, അവിടെ ഭയങ്കര DJ നടക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ ബാംഗ്ലൂർ ഓർമ്മ വരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ വിളിക്കുന്നു, നമ്മുടെ അടുത്ത് കള്ളത്തരം പറഞ്ഞു. ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ DJ വേറെ സൗണ്ടിൽ കേൾക്കുന്നു. അതല്ലേ ഞാനത് റിയലിസ്റ്റിക് ആക്കുന്നത്. ഫോൺ ഉണ്ടോ? ഫോണിങ്ങതാ.
Let's check this DJ mix. അമ്മേ അമ്മേ ഞാനേ പിന്നെ അത് പിള്ളേര് വീട്ടിക്കിട്ടേക്കുന്ന അമ്മേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടിരിക്കാം അമ്മ ഞാൻ വിളിക്കാവേ ശരി അമ്മ ഞാൻ വിളിക്കാം എടാ വേഗം വാ ചാകേണ്ടത് തീരും ഞാൻ വേഗം ഇപ്പൊ തീരും എടാ പൊള്ളി DJ വാ വേഗം വാ കേൾക്കുന്നില്ല ഇനി വിളിക്കല്ലേ ഓക്കെടാ ബൈ താങ്ക് യു ഞാൻ കാര്യം ചോദിക്കാം, എന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു താങ്കൾ പപ്പി തന്നെയായിരുന്നോ? എനിക്കൊരു സംശയം ലൈഫുള്ളൊരു കളി. ഇത് ഇത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് തന്നെ എലീന പബ്ബി തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. അല്ല പക്ഷെ ഇതൊക്കെ നമ്മള് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവം അല്ലേ നീ എത്ര തവണ ഇങ്ങനെ പെട്ടിട്ടുണ്ട് കണ്ടോ അപ്പൊ എല്ലാ ശരാശരി കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ചെയ്യുന്നൊരു സംഭവമാണ് അല്ലേ അളിയ അഭിനയം സൂപ്പർ ആയിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു എന്നെ തിരിച്ച് ബാംഗ്ലൂർ ലൈഫിലേക്ക് നീ കൊണ്ടുപോയി സങ്കടം ഇടക്കി കോട്ടെ സാരല്ല ഇനി എന്താണ് നമ്മൾ അടുത്തത് ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തൊരു പരിപാടി നടന്നു കഴിഞ്ഞാലും പണ്ടൊക്കെ ചിങ്കാരി മേളം അല്ലെങ്കിൽ ചെണ്ടയൊക്കെ ആയിരുന്നുള്ളത്. പക്ഷെ ഇന്ന് കാലം മാറിയ സമയത്ത് ആ ചെണ്ടയൊക്കെ മാറിയിട്ട് ഇന്ന് നാസിക് ഡോളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നാസിക് ഡോളിലെ ശബ്ദമല്ല, അതിന്റെ താളം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ താളാണ് അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗംഭീരം. സാധാരണ ഞങ്ങൾ പണ്ട് മിമിക്സ് ഗാനവിള എന്ന് പറയുന്ന പരിപാടി ഒക്കെ നടത്തിയിട്ടുണ്ട്. അന്ന് ഇതുപോലെ ശബ്ദം എല്ലാ ഇൻസ്ട്രുമെന്റ്സും ആയതുകൊണ്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അന്നൊക്കെ നിന്നെ കിട്ടിയിട്ടുണ്ടല്ലോ പൊന്നു പോലെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോയത്. പക്ഷെ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ റോജി, പിന്നെ ആന്റണി വാഴക്കുളം എന്നൊക്കെ പറഞ്ഞുള്ള മിമിക്രി ആ ജോർജ്, നമ്മുടെ ഏലൂർ ജോർജ്, ഇവരൊക്കെ ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദം കൊണ്ട് ചെയ്ത് അന്ന് ഇത്രയും സൗണ്ട് സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ 1000 വാട്ട്സ് 2000 വാട്ട്സാണ് വലിയ ഗ്രൗണ്ടിൽ വയ്ക്കാൻ പറ്റുള്ളൂ. ഇന്ന് 1,00,000 വാട്ട്സൊക്കെ സൗണ്ടിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങളുമായിട്ട് ഇനിയും കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരണം. നമുക്ക് പൊളിച്ചെടുക്കണം കേട്ടാ. താങ്ക് യു സോ മച്ച്. പാക്രു ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ആള്? അഭിനയ ഗംഭീരായി, അടിപൊളിയായിരുന്നു, നല്ല പവർ ഉണ്ടായിരുന്നു. അവനിപ്പോ ഡിഗ്രി അല്ലേ ആയിട്ടുള്ളൂ. അതായത് ഈ ഒരു വോയിസ് എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് കയറുമ്പം സൗണ്ട് ഒന്ന് മൂക്കും. അത് നേരത്തെ പിന്നെ വാതറന്ന വേറെ ലെവലിലേക്ക് വരും ബേസ് കൂടുമ്പോൾ. നല്ല രസമായിട്ട് തന്നെ ഒരുപാട് സാധ്യതയുള്ളൊരു കലാകാരനാണ്. പിന്നെ ഇതിനിടയിൽ ചില നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് തേങ്ങ ചെരുകുന്ന ആ സൗണ്ട്, സിപ്പിൻ്റെത്, അങ്ങനെ വെള്ളത്തിൻ്റെത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മോൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യുമ്പോൾ ബീറ്റ് ബോക്സ് ഇപ്പോൾ പല കലാകാരന്മാരും കേരളത്തിൽ ചെയ്യുന്നുണ്ട്, ഈ പല ഷോയിലും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ അഭിൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രത്യേകം പറയേണ്ടത്. അഭിനന്ദനങ്ങൾ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് രാജേട്ടാ. അപ്പം ഗംഭീരായി, തകർത്ത് കേട്ടോ. സാധാരണ ഒരു ആർട്ടിസ്റ്റ് മിമിക്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിമിക്രി നമ്മൾ കാണുമ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, അത് പോയി പഠിച്ചിട്ട്. ഇതൊരാൾക്ക് മാറിയെന്ന് കണ്ടിട്ട് മൈക്ക് പോയിട്ട് അറിയുന്നത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്തൊരു സൗണ്ട് സെൻസ് മാത്രമല്ല, ഒരു ആംബിയൻസിൻ്റെ ഒബ്സർവേഷൻ എന്നുള്ള കാര്യം ഭയങ്കരമാണ്. പണ്ട് സിനിമയിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കാണിക്കുകയാണെങ്കിൽ ഒരു ബസ് റിവേഴ്സ് എടുക്കുന്ന സൗണ്ടും അല്ലെങ്കിൽ 2-3 ഹോണടി അതിൻ്റെ മുമ്പ് കൂടെ പോകുന്ന ഒരു ഓട്ടോറിക്ഷയൊക്കെ. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ സിനിമയിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് എടുക്കുന്നത് കൂടാതെ ആംബിയൻസ് എന്നൊരു സംഭവം കൂടെ ഉണ്ട് ഇപ്പം.
ആ ഇപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്തത് എങ്കിൽ അവിടെ പോയിട്ട് മൈക്ക് വെച്ചിട്ട് അവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ, ദൂരെ നിന്ന് അമ്പലത്തിലൊരു മണിയടി കേൾക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിലെടുത്ത് അത് പോകുന്നത്, അവിടെ വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യും. അത് ഇതിനകത്തൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ആംബിയൻസും ഈ എഫക്ട്സും റീ റെക്കോർഡിങ് കൂടെ വരുമ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന സൗണ്ടിൻ്റെ പെർഫെക്ഷനോട് ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നത് മോന് നല്ല ഒബ്സർവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. തേങ്ങ ചെരിയുന്ന സംഭവമായാലും ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുന്നതായാലും എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ സൗണ്ടിൻ്റെ അടുത്ത് ഒരു ആരാധന ഉണ്ട്. പാട്ടിന് ചിലർ ആരാധിക്കുന്നവർ സൗണ്ടിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല ചേട്ടാ, ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ ജനറേഷനിലെ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ അടുക്കള കയറി തേങ്ങ ചേരണമെന്ന് കാണണ്ടല്ലോ അത്യാവശ്യം. അത് തന്നെ ഭാഗ്യം.